ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹെയർ കെയറിനെ പറ്റിയിട്ടാണ്. ഹെയർ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ കാണുന്ന സ്റ്റെപ്പെല്ലാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. സോ ഞാൻ ടൈം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കും. ഞാൻ മസാജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന മസാജർ. സോ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് കൈ കൊണ്ട് തന്നെ മസാജ് ചെയ്യാം. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് മസാജ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഫുൾ വീഡിയോ കാണാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ. സോ ഞാനിതൊരു 5 മിനിറ്റ് ഇതേ രീതിയിൽ ഞാൻ സ്കാൽപ്പ് എല്ലായിടത്തും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ, ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു മസാജിങ് ചെയ്യുന്നത്. ഇതിന് ശേഷം മാത്രമേ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഓയിൽ വീട്ടിൽ തന്നെ കാച്ചിയെടുത്തിട്ടുള്ള ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ തന്നെ യൂസ് ചെയ്യാട്ടെ. ഞാൻ മുടി വളർത്തുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ സ്കാൽപ്പ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഫുള്ളായിട്ട് നമ്മളുടെ ഹെയറിൽ ഓയിൽ ഫുള്ള് നമ്മൾ ഷാമ്പു ചെയ്ത് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് ചെയ്യുന്നതിന് ശേഷം നമ്മളുടെ ഹെയറിൻ്റെ അറ്റം സ്പ്ലിറ്റൻസ് ഉണ്ട്, എൻ്റെ ഹെയറിൽ ഒത്തിരി സ്പ്ലിറ്റൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതേ രീതിയിൽ ചെറുതായിട്ട് ട്രിം ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ, കണ്ടു നോക്കുക. സോ ഇങ്ങനത്തെ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതേ രീതിയിൽ പാർട്ടീഷൻ ചെയ്തിട്ട് ചെറിയ ചെറിയ രീതിയിലൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഹെയർ. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളർന്നു വരുന്തോറും നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. കുറച്ചും കൂടി നമ്മൾ നോക്കണം ഹെയർ. അപ്പോൾ സ്പ്ലിറ്റൻസും ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സൊക്കെ ഭയങ്കര ഹെയറിൽ വരാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഇതെല്ലാം ചെയ്തതിന് ശേഷം മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ്, എന്തായാലും ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്, മോയ്സ്ചറൈസർ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഹെയറിൽ. അതിലൊന്നെങ്കിൽ നിങ്ങൾ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ കണ്ടീഷണറിങ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബെയർ അനാറ്റമിയുടെയാണ്. അതിൻ്റെ പ്രോഡക്റ്റ് എല്ലാം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് ഏത് പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബെയർ അനാറ്റമി വാങ്ങിച്ചോ, ഒരു കൺഫ്യൂഷനും വേണ്ട, നല്ല പ്രോഡക്റ്റാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം ഒത്തിരി നാളായി. എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇതിൽ വരുന്നത്. ഇതേ രീതിയിൽ ഹെയർ നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ ഞാനിത് കീപ്പ് ചെയ്യാറുണ്ട് കണ്ടീഷണർ. അതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ഹെയർ വാഷ് ചെയ്യുക, സാധാ വാഷ് ചെയ്യണ പോലെ. എന്നിട്ടൊന്ന് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യാറുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹെയർ കാണാനായിട്ട് ഇങ്ങനെയാണുള്ളത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ഹെയറൊക്കെ നോക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും മസ്റ്റായിട്ടും ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. സോ ബൈ ഗായ്സ്.